إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നാം എല്ലാം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. അള്ളാഹു അവൻ്റെ അവസാന വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരാളും ആദ്യമായി പാരായണം ചെയ്യണം, പഠിക്കണം എന്നത് നിശ്ചയിച്ചത് തന്നെ ഈ വചനത്തിലാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ തുടക്കം ഈ വചനം. നാം നിർവഹിക്കുന്ന എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലാണല്ലോ ഈ വചനമുള്ളത്. 30-ലേറെ തവണ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനം ആവർത്തിക്കുന്ന എത്ര പേർ റബ്ബുൽ ആലമീനാണ് എൻ്റെ റബ്ബ് എന്ന് ബോധ്യപ്പെട്ട് അത് പ്രഖ്യാപിക്കുന്നവരാണോ? ഭൂരിപക്ഷ മനുഷ്യരും എക്കാലത്തും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യനെ തട്ടിയുണർത്തി അള്ളാഹു ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. മറ്റു ജീവജാലങ്ങളെക്കാൾ സൃഷ്ടിപ്പിൽ ഏറ്റവും നിന്നോട് ആദരവ് കാണിച്ച അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ ചതിച്ച കാര്യമെന്ത് എന്നാണ് മനുഷ്യനോട് അള്ളാഹു ചോദിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മുടെ പാരത്രിക ജീവിതത്തിൻ്റെ വിജയ പരാജയം തീരുമാനിക്കുന്ന ഒന്നാണ് മൻ റബ്ബുക എന്ന ചോദ്യം. തൻ്റെ ഖബർ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസി പറയും, റബ്ബി അല്ലാ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ ആരാണ് റബ്ബ് എന്ന് അറിയലാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പഠനത്തിൽ, നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ റബ്ബിനെ അറിഞ്ഞാണ് ജീവിക്കുന്നത്, ആ നിലക്ക് റബ്ബിനെ അറിയണം.
റബ്ബ് എന്ന വാക്കിന് ഉടമസ്ഥൻ, രക്ഷിതാവ് എന്നൊക്കെ അർത്ഥമുണ്ട് ഭാഷയിൽ. റബ്ബുൽ അർള് ഭൂമിയുടെ ഉടമ, റബ്ബുൽ ബൈത്ത് വീടിൻ്റെ ഉടമ എന്നർത്ഥത്തിൽ റബ്ബ് പ്രയോഗിക്കും. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വന്നപ്പോൾ കഅബയുടെ ചുറ്റിലും വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങളുണ്ട്. അവയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറയുന്നുണ്ട്, അന റബ്ബുൽ ഇബിൽ, ഈ ഒട്ടകങ്ങളുടെ ഓണർ ഞാനാണ്. വലിൽ ബൈത്തി റബ്ബുൻ ഹുവ യഹ്മി, നീ തകർക്കാൻ വന്ന ഈ ഗേഹത്തിന് റബ്ബുണ്ട്, ആ റബ്ബ് ആ ഗേഹത്തെ കാക്കും. ആ റബ്ബ് എന്ന ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് സൂചിപ്പിക്കുകയാണ്. റബ്ബുൽ ആലമീനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തുള്ള ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ് റബ്ബുൽ ആലമീൻ. ആലം എന്ന വാക്കിന് തന്നെ മുഫസ്സിറുകൾ വ്യാഖ്യാനം പറഞ്ഞത് സിവൽ ബാരി അസ്സ വജല്ല, ലോകം, ലോകർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്ത മറ്റെല്ലാം ആണ് ആലം. അതുകൊണ്ട് തന്നെ അല്ലാഹു മാത്രമാണ് റബ്ബുൽ ആലമീൻ. അവനെ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കാനുള്ള പ്രഖ്യാപനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബി അല്ലാ എന്ന് പറയുമ്പോൾ അവൻ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലദി റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ, ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് ആ നിലക്ക് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട്. ഹുവ മഅബൂദി, അവൻ മാത്രമാണ് എൻ്റെ ആരാധ്യൻ. ലൈസ ലി മഅബൂദുൻ സിവാഹു, അവനല്ലാത്ത ഒരു ആരാധ്യനും എനിക്കില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അള്ളാഹു ആദ്യമായി നൽകിയ അറിവും ഇത് തന്നെയാണ്. സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളിൽ ആദ്യമായി അവതരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ വചനങ്ങളിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവിടെ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത് തന്നെ റബ്ബുക്കൽ അക്റം, അത്യുദാരനായ, നിന്നോട് അത്യധികം ഔദാര്യവും ബഹുമാനവും കാണിച്ച റബ്ബ്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്, മനുഷ്യൻ അറിയാത്തതൊക്കെ പഠിപ്പിച്ച റബ്ബ്, ആ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കണം, നീ പഠിക്കണം എന്നാണ് ആ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. ആരാണ് റബ്ബെന്നറിയാൻ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ് ആ റബ്ബ്. ഫാലിഖുൽ ഹബ്ബി വന്നവ, ഈത്തപ്പഴക്കുരു മറ്റു ധാന്യങ്ങളൊക്കെ അതിനെ പിളർത്തുന്നവനാണ് റബ്ബ്. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. ലോകം കണ്ട ധിക്കാരി ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവൻ്റെ മുമ്പിൽ ചെന്ന് ഒരു റബ്ബുണ്ട്, മേലായ റബ്ബുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, മൂസ നീ പറയുന്ന റബ്ബ് ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാൻ പറയുന്ന, ഞങ്ങൾ ഇരുവരും പഠിപ്പിക്കുന്ന റബ്ബ് ഏതൊരു സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകി ആവശ്യമായ മാർഗദർശനം കാണിച്ചു കൊടുത്തവനാണ് റബ്ബ്. ആ റബ്ബിനെ നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വചനമുണ്ട്, വമാ കാന റബ്ബുക നസിയ്യ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു, പിന്നീട് ചോദിച്ചപ്പോൾ ഞാനത് മറന്നു എന്ന് പറഞ്ഞാൽ
അയാളെക്കുറിച്ച് എന്താ നമ്മൾ വിചാരിക്കുക? ഞാൻ അത്ര പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അത് മറന്നു എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നൊരു വിചാരമുണ്ട്, ഒരു ദുർവിചാരം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പിഴവ് പറ്റില്ല, എൻ്റെ റബ്ബ് മറക്കുകയില്ല. അതാണ് വമാ കാന റബ്ബുക നസിയ്യ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. ഇമാം ഷാഫി റഹിമഹുല്ല ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, ആദിഹിൽ ആയത്തുൽ കരീമ സഹ്മുൻ അലീമുൻ ഫീ നഫ്സിൽ ളാലിമി, ഒരക്രമിയുടെ മനസ്സിൽ തറച്ച ഒരു അമ്പാണ് ഈ വചനം. വബൽസമുൻ ഷാഫിൻ ലിഖൽബിൽ മദ്ലൂം, ഒരു മർജിതന്റെ ഹൃദയത്തിന്, അവന്റെ ഹൃദയത്തിനുള്ള ഒരു സിദ്ധൌഷധമാണ് ഈ വചനമെന്നാണ്. എന്താ കാരണം? ഒരു മർജിതന് പ്രതീക്ഷ വെക്കാം, എന്നെ മർദ്ദിച്ചവൻ ആരാണെങ്കിലും അവനെ എൻ്റെ റബ്ബ് വിടില്ല, അവൻ്റെ കാര്യം എൻ്റെ റബ്ബിൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് മർദ്ദിത സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വചനമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ല നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളിൽ തൻ്റെ റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു, അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റിവെച്ചു, ഞാൻ അതിനുള്ള പരിശ്രമങ്ങളിൽ എവിടെയെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു സഹാബി നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദു വഹ്ദക് ലാ ശരീക ലക് അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഈ പ്രാർത്ഥന വെച്ച് എന്താണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ് നൽകും. ഈ പ്രാർത്ഥന മുഖേന എന്താണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ പ്രാർത്ഥനയുള്ളത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോടിതാ ചോദിക്കാൻ, ബി അന്ന ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, വഹ്ദക് ലാ ശരീക ലക്, നീ ഏകനാണ്, നിനക്കൊരു പങ്കുകാരനുമില്ല, അൽ മന്നാൻ, നീ അത്യധികം അനുഗ്രഹം ചൊരിയുന്നവനാണ്, ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്, യാദൽ ജലാലി വൽ ഇക്റാം, എല്ലാ ആദരവും എല്ലാ മഹത്വവുമുള്ളവനായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരും നിന്നെ ആശ്രയിക്കുന്ന അല്ലാഹുവേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് അവനോട് എന്താണ് ചോദിക്കുന്നത് ആ ചോദിച്ചു തരും. എന്താണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് റബ്ബിനെ കുറിച്ചറിയണം. ലളിതമായി, ഏറ്റവും ലളിതമായി, അത്യധികം ബുദ്ധിയോ ചിന്തയോ ഒന്നുമില്ലാതെ നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ പ്രത്യേകത എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു അറാബിയോട്, മരുഭൂമിയുടെ ചൂടും തണുപ്പും വെയിലും എല്ലാം ഏറ്റു നടക്കുന്ന മരുഭൂവാസിയോട്, സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് ഒരാൾ ചോദിക്കുകയാണ്, ബിമ അറഫ്ത റബ്ബക്ക, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, നിന്റെ റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിൽ കാണുന്ന ഒട്ടകക്കാഷ്ടങ്ങളുണ്ടല്ലോ, ഈ ഒട്ടകക്കാഷ്ടം ഒരൊട്ടകത്തെ അറിയിക്കുന്നുണ്ട്, ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്നതിന് തെളിവാണത്. വ ആഥാറു സൈരി തദുല്ലു അലൽ മസീർ, ഇതാ ഈ കാൽപ്പാടുകൾ ഇതിലൂടെ ആരോ നടന്നു പോയിട്ടുണ്ട് എന്നല്ലേ അറിയിക്കുന്നത്. ഫസമാഉൻ ദാതു അബ്രാജ്, അതുകൊണ്ട് തന്നെ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം, വഅർളുൻ ദാതു ഫിജാജ്, വഴിയോരങ്ങളുള്ള സഞ്ചാരപാതകളുള്ള ഭൂമി, വബിഹാറുൻ ദാതു അംവാജ്, തിരമാലകളുള്ള സമുദ്രം, അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, ഇതൊക്കെ ലത്തീഫായ, ദയാലുവായ, ഖബീറായ, സൂക്ഷ്മജ്ഞാനിയായ റബ്ബിനെ കുറിച്ച് അറിയിക്കുന്ന തെളിവുകളല്ലയോ എന്നാണ് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അറാബി പോലും പറഞ്ഞതെങ്കിൽ, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എത്ര തെളിവുകളാണ് റബ്ബ് ഏകനാണ്, അവനുണ്ട്, അവൻ സംവിധാനിച്ച പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ അതൊന്നും അറിയാതെ ജീവിക്കലല്ല നമ്മുടെ ബാധ്യത, ആ റബ്ബിനെ അറിഞ്ഞു ജീവിക്കലാണ്. ഞാൻ ഇന്നത്തെ ഈ ഖുതുബയിൽ ഇങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോരുത്തരും ആയിരങ്ങളാണ് ചെലവഴിക്കുന്നത്. എന്തിനാ അതൊക്കെ ചെലവഴിക്കുന്നത്? അതിൻ്റെ ഒക്കെ അടിസ്ഥാന ലക്ഷ്യം നല്ലൊരു ജോലി കിട്ടണം, നല്ല വരുമാനം ഉണ്ടാകണം, അത് തന്നെയാണ്.
ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് ഞാനും നിങ്ങൾ ഉത്തരം പറയും. കാരണം അത്രയും വിദ്യാഭ്യാസവും സാമർഥ്യവുമുള്ള ആളുകൾ ഷിർക്കിലും കുഫറിലും വേണ്ടാത്തരങ്ങളിലും തോന്നിവാസങ്ങളിലും വെട്ടിപ്പും കൊള്ളവെപ്പും ഒക്കെ നടത്തി ജീവിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യനെ ഒരിക്കലും സംസ്കരിക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ തൻ്റെ റബ്ബാരാൻ, ആ റബ്ബിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾ, അവനെ നോക്കാൻ പിന്നെ പോലീസും പട്ടാളവും നിയമങ്ങളും ഒന്നും വേണ്ട. മക്കളുടെ കാര്യത്തിൽ നിന്ന് രക്ഷിതാക്കളൊക്കെ ആശങ്കയിലാണ്. എവിടെങ്കിലും കൊണ്ടുപോയി ചേർത്താൽ, ഇന്ന നാട്ടിൽ പഠനത്തിന് വേണ്ടി വിട്ടാൽ എൻ്റെ മകളുടെ കാര്യം എന്ത് എന്ന ആശങ്കയും ബേജാറും ഭയപ്പാടും രക്ഷിതാക്കൾക്കുണ്ട്. ഒരാശങ്കയും വേണ്ട. റബ്ബിനെക്കുറിച്ചുള്ള ബോധ്യം ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടോ? ആ മക്കളുടെ കാര്യത്തിൽ ഒരാശങ്കയും രക്ഷിതാക്കൾക്ക് വേണ്ട. അതില്ലാത്തപ്പോഴാണ് എല്ലാ വൃത്തികേടിലേക്കും നമ്മുടെ മക്കളും മനുഷ്യ സമൂഹവും പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നാം ചെലവഴിക്കുന്ന ആ ചെലവുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ തൻ്റെ റബ്ബിനെ അറിയാൻ ഞാൻ എത്ര മിനിറ്റുകൾ ഓരോ ദിവസവും ബാക്കി വെക്കുന്നു, എത്ര സമയം അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കേൾക്കാനും പഠിക്കാനും ഞാൻ മാറ്റിവെക്കുന്നു എന്നതൊക്കെ അത്തരം ചിന്തകൾ ഏറ്റവും പ്രധാനമാണ്. ഈ ഒരു ബോധമുണ്ടായാൽ നമ്മൾ നന്നാകും. ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഒരാൾ ഒരു സ്ത്രീയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആരെങ്കിലും കാണില്ലേ എന്ന്. അപ്പോൾ ആ തെറ്റിലേക്ക് പ്രേരിപ്പിച്ച മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് ലാ യറാന ഇല്ലൽ കവാക്കിബ്, ആകാശത്തുള്ള നക്ഷത്രങ്ങളല്ലാതെ ആരും കാണുന്നില്ലട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തത് വൈഹക്, നിനക്ക് നാശം, ഫഅൈന മുകൗകിബുഹാ, ആ നക്ഷത്രങ്ങളല്ല കാണുക, ആ നക്ഷത്രങ്ങൾ സംവിധാനിച്ച റബ്ബാണ് കാണുക എന്ന് പറഞ്ഞപ്പോൾ ആ വേണ്ടാവൃത്തിയിൽ നിന്ന് ആ മനുഷ്യൻ മാറി നിന്നു എന്നാണ്. ഇങ്ങനെ ഒരു ബോധം നമുക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ നമ്മൾ നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ചുള്ള പഠനത്തിൽ മരണം വരെ മുഴുകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളയോടൊപ്പം ഒരു യാത്രയിലുണ്ട്. ആ യാത്രയിലുടനീളം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ നിധിയാണ് നീ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ശക്തിയും കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന ആ ദിക്ർ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനോട് റസൂലുള്ള 7 കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ അതിലൊന്ന് വഅൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ജീവിതത്തിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നീ വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു. നമുക്കൊരു കഴിവുമില്ല, അഹങ്കരിക്കാനും അഹന്ത നടിക്കാനും നമുക്കൊരു അർഹതയുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ദിക്റാണത്. അതോടൊപ്പം പരീക്ഷണങ്ങളെ തടുക്കുന്ന, അപകടങ്ങളെ തടുക്കുന്ന, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ അത്തരം ദുരന്തങ്ങൾക്ക് മുമ്പിലൊക്കെ കാവലായി മാറാൻ, അള്ളാഹുവിൻ്റെ സഹായം കിട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത് നമുക്കതിൻ്റെ നേട്ടം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കുഫീത വ വുഖീത വ തനഹ അൻക ശൈത്വാൻ, നീ രക്ഷപ്പെട്ടു, നിനക്കെല്ലാ കാവലും കിട്ടി, പിശാച് നിന്നെ തൊട്ട് അകന്നു എന്ന് പിശാച് പറയുമെന്നാണ്. പിശാച് പോലും ആ ദിക്റിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇതൊക്കെ നാവിൻ തുമ്പിലുള്ള ഉണ്ടാകുക എന്നത് മാത്രമല്ല,
ഹൃദയത്തിൽ തട്ടിയ നിലക്ക് ആ ദിക്റിനോടുള്ള താല്പര്യം മനസ്സിൽ വെച്ച് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതനുസരിച്ചുള്ള നേട്ടങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വിദ്യാസമ്പന്നരും എത്ര കഴിവുള്ളവരാണെങ്കിലും നമ്മളെ നിസ്സഹായപ്പെടുത്തുന്ന, നമ്മളൊന്നുമല്ല എന്നറിയിക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ചികിത്സക്കും മറ്റ് ആവശ്യങ്ങൾക്കും വന്ന് അവർ താമസിക്കുന്ന ബിൽഡിങ് തീപിടിച്ച് കത്തിയമർന്ന് 20-ലേറെ പേർ വെന്തുരുകി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ യാത്രയിലൊക്കെ പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കും വലിയ സ്ഥാനമുണ്ട്, ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം സംഭവങ്ങൾ കൂടി നമ്മൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അവൻ്റെ സഹായത്തിന് അർഹത നേടുക, എല്ലാ അഹങ്കാരവും മാറ്റിവെക്കുക എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബ് നമ്മെ അവനെ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.